ഇന്ന് ചെയ്യാൻ പോകുന്നത് CAN നെറ്റ്വർക്കിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഒട്ടുമിക്ക വാഹനങ്ങളിലും CAN നെറ്റ്വർക്ക് വരുന്നുണ്ട്. CAN നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഏരിയ നെറ്റ്വർക്ക് എന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്താ പറയുക, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു നെറ്റ്വർക്കാണ്, അതേപോലെ ഇൻ്റർനെറ്റ് അതൊരു നെറ്റ്വർക്കാണ്, അതേപോലത്തെ ഒരു നെറ്റ്വർക്കാണ് ഈ CAN നെറ്റ്വർക്ക്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ പണ്ട് കാലം മുതലേ ഈ ഒരു നെറ്റ്വർക്ക് വാഹനങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ബെൻസൊക്കെയാണ് പണ്ട് കാലത്ത് തുടങ്ങിയത് ഈ ഒരു സംഭവം. അതുകൂടാതെ ബോഷൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഈ ഒരു സംഭവം, നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ 1980-70 കാലഘട്ടത്തിലെ CAN നെറ്റ്വർക്കൊക്കെ ഉണ്ട്. അന്ന് മുതൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും CAN നെറ്റ്വർക്ക് കണ്ടുവരുന്നുണ്ട്. എന്താ പറയുക, ABS അതേപോലെ എയർ ബാഗ്, എൻജിൻ കൺട്രോൾ മൊഡ്യൂളുള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു CAN നെറ്റ്വർക്ക് കണ്ടുവരുന്നുണ്ട്. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് എടുക്കുക. ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഏഷ്യാനെറ്റിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന കേബിൾ ഒറ്റ കേബിളായിരിക്കും. ആ കേബിളിൽ ഒരുപാട് ചാനൽ അതിൻ്റെ അകത്തു കൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്, അതിൻ്റെ സിഗ്നൽ. അപ്പോൾ അത് നമ്മളെ ഈ ഒരു റിസീവറാണ് ഈ ചാനൽ പിന്നെ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നത്. ഏത് ചാനൽ വേണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 100 ചാനൽ വരുന്നുണ്ട്. ഒരു കേബിളിൻ്റെ അകത്ത് കൂടിയാണ് ഈ ഒരു 100 ചാനലിൻ്റെ മെസ്സേജ് വരുന്നത്. അതേപോലത്തെ ഒരു സിസ്റ്റമാണ് ശരിക്കും ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CAN നെറ്റ്വർക്കും. CAN നെറ്റ്വർക്കിൽ സാധാരണ 2 വയറാണ് വരുന്നത്. 2 വയറിൽ ഒരു ലോയും ഒരു ഹൈ എന്ന് പറഞ്ഞിട്ട് 2 വയറാണ്. ഈ 2 വയറാണ് ABS മൊഡ്യൂളും അതേപോലെ എയർ ബാഗ് മൊഡ്യൂളും അതേപോലെ ECM, ഈ 3-4 മൊഡ്യൂളായിട്ട് കണക്റ്റഡാണ് ഒരു നോർമൽ വാഹനത്തിൽ. അപ്പോൾ ഈ മൊഡ്യൂളുകൾ തമ്മിലുള്ള ഈ ഒരു മെസ്സേജ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CAN നെറ്റ്വർക്ക്. അതുകൂടാതെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റും ഇതേപോലത്തെ ഒരു നെറ്റ്വർക്കാണ്. നമ്മുടെ മൊബൈലും അതേപോലെ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം. അതേപോലത്തെ ഒരു ചെറിയൊരു സംഭവമാണ് ഈ CAN നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം. ഓരോ മൊഡ്യൂളുകളും സിഗ്നൽ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ CAN നെറ്റ്വർക്കിൻ്റെ സ്പീഡ് വരുന്നത് 500 Mbps ആണെന്ന് തോന്നുന്നത്. 500 Mbps 250 Mbps ആയിട്ടാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ഇപ്പോൾ മസറാത്തിൻ്റെ കാറുകൾക്ക് ഗിയർ ബോക്സിൽ നിന്ന് ഗിയർ ലിവറിലേക്ക് 2 CAN നെറ്റ്വർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 CAN നെറ്റ്വർക്ക് വഴി അത് 500 Mbps ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് ഡബിൾ ആക്കുന്നുണ്ട്. കാരണം അത്രയും പെട്ടെന്ന് ആ സിഗ്നൽ എത്താൻ വേണ്ടിയിട്ടാണ്, മെസ്സേജ് അത്രയും സ്പീഡിൽ എത്താൻ വേണ്ടിയിട്ടാണ് അവർ 2 CAN നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സർക്യൂട്ടിൽ മാത്രം. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ബേസിക് വാഹനത്തിലുള്ള എയർ ബാഗ് മൊഡ്യൂൾ, അതേപോലെ ABS മൊഡ്യൂൾ, എൻജിൻ, ECM, ഇത് 3 ഒരു ബേസിക് വാഹനത്തിൽ കണ്ടുവരുന്നത്. അതേപോലെ ചിലപ്പം സ്പീഡോ മീറ്ററും വരും. ഇതൊക്കെ പാടെ ഒരു CAN നെറ്റ്വർക്കാണ് കൊടുക്കുക വാഹനത്തിൽ. അപ്പോൾ ഇത് തമ്മിൽ ഒരുപാട് മെസ്സേജുകൾ അവർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എൻജിൻ്റെ സ്പീഡ്, അതേപോലെ എന്താ പറയുക വീൽ സ്പീഡ്, വാഹനത്തിൻ്റെ സ്പീഡ്, അതേപോലെ എന്താ പറയുക ഫ്യൂവലിൻ്റെ റേഞ്ച് കാൽക്കുലേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. എയർ ബാഗിൻ്റെ റീഡിങ്, വാഹനത്തിൻ്റെ സ്പീഡ്, എന്താ പറയുക വാഹനം ആക്സിഡൻ്റ് ആവാൻ പോകുന്ന സ്പീഡ്, അതേപോലെ എൻജിൻ്റെ ടോർക്ക്, ഇത്തരം മെസ്സേജുകൾ മില്ലി സെക്കൻഡിൽ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു വാഹനം ഈ റോഡിലൂടെ ഓടുന്നത്. അങ്ങനെയാണ് ഇത് സക്സസ് ആവുന്നത്. ഇതിൽ വല്ല ഫാൾട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് എൻജിൻ്റെ ലൈറ്റും വാണിംഗ് ലൈറ്റുകളൊക്കെ വരും. എയർ ബാഗിൻ്റെ ലൈറ്റ്, ABSൻ്റെ ലൈറ്റൊക്കെ ഓണാവാനുള്ള സാധ്യതയുണ്ട് ഈ നെറ്റ്വർക്കിന് വല്ല ഫാൾട്ട് സംഭവിക്കുകയാണെങ്കിൽ. ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ആവശ്യം എന്താണെന്ന്. ഇപ്പോൾ CAN നെറ്റ്വർക്കിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. CAN നെറ്റ്വർക്കിൽ 2 റെസിസ്റ്റൻസാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ വോൾട്ടേജ് വരുന്നത് 2.5 to 3.5 ആണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നത്. അതിലിങ്ങനെ സിഗ്നൽ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിളിൽ ഞാൻ ഇവിടെ ആസ്റ്റൺ മാർട്ടിൻ്റെയും അതേപോലെ ബെൻസിൻ്റെയും നെറ്റ്വർക്കിൻ്റെ ഒരു ഡയഗ്രം ഇവിടെ കാണിക്കാൻ പോകുന്നുണ്ട്. CAN നെറ്റ്വർക്ക് മാത്രമല്ല വാഹനത്തിൻ്റെ എന്താ പറയുക വാഹനം എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് അതിൽ ഒരുപാട് നെറ്റ്വർക്കും ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ഒരു വാഹനമാണ്. ആ വാഹനത്തിൽ എത്രമാത്രം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു ബേസിക് എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ. ഇപ്പോൾ വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ നെറ്റ്വർക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ള. നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിനെ കുറിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പഠിക്കുക. ആദ്യം നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം ഈ മൊഡ്യൂളിൽ നിന്ന് വേറൊരു മൊഡ്യൂളിലേക്ക്, അത്ര മാത്രമേ ഉള്ളൂ. അത് അത്രയും ഫാസ്റ്റായിട്ട് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു നെറ്റ്വർക്ക് സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാഹനത്തിൽ തന്നെ പല നെറ്റ്വർക്കും വരുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ളൊരു നെറ്റ്വർക്കിൻ്റെ കേബിളാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു യെല്ലോ കളറിലൊരു കേബിളാണ്.
ഇത് ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്കാണ്. ഇത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന റിസീവറിലൊക്കെ ഇത്തരത്തിലുള്ള കേബിൾ കാണാം. അതേപോലെ എന്താ പറയുക, ഇൻ്റർനെറ്റിൻ്റെ മോഡത്തിലൊക്കെ ഈ ഒരു കേബിൾ കാണാം. അതിലും ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നതാണ്, ലൈറ്റ് വഴിയാണ് ഈ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നതിൽ. ഇതിന് ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് ആസ്റ്റൺ മാർട്ടിൻ DBXൻ്റെ എന്താ പറയുക നെറ്റ്വർക്കിൻ്റെ ഡയഗ്രം കേട്ടോ. ഈ ഒരു വാഹനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. ഇവിടെ കാണാം ഓരോ നെറ്റ്വർക്കിൻ്റെ പേരും കാണാം. ഫ്ലെക്സർ, ലിന്ന്, മോസ്റ്റ്, അതേപോലെ CAN 250 സ്പീഡിലുണ്ട്, CAN 500 സ്പീഡിലുണ്ട്. അതുപോലെ ഈ നെറ്റ്വർക്കിൻ്റെയൊക്കെ ഒരു സ്ക്വയർ ബോക്സിൽ അതിൻ്റെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്, വയറിൻ്റെ കളർ കോഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും മേലെ കാണുന്ന നീളത്തിലുള്ള ആ ഒരു ബോക്സ് ഇതിൻ്റെ ഗേറ്റ് വേ മൊഡ്യൂൾ കേട്ടോ. ഈ ഗേറ്റ് വേ മൊഡ്യൂൾ എല്ലാ നെറ്റ്വർക്കുകളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ഒരു എന്താ പറയുക മൊഡ്യൂൾ കേട്ടോ. അതിനാണ് ഗേറ്റ് വേ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ആണ്, ഗേറ്റാണ്. പല ടൈപ്പ് നെറ്റ്വർക്കിനെയും തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇവിടെ ഓരോ നെറ്റ്വർക്കിനും ഓരോ കേബിളുകളും അതേപോലെ അതിലേതൊക്കെ മൊഡ്യൂളുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രം ഇട്ടത്. ഇപ്പോൾ എന്താ പറയുക, ഫ്ലെക്സറിൽ ഏതൊക്കെ ഫ്ലെക്സർ നെറ്റ്വർക്കിൽ ഏതൊക്കെ മൊഡ്യൂൾ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന ഡയഗ്രാണ്. അതേപോലെ ഓരോ CAN നെറ്റ്വർക്കിൽ എത്ര മൊഡ്യൂൾ വരുന്നുണ്ടെന്നൊക്കെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ വാഹനത്തിലൊരു ടെസ്റ്റ് ഉണ്ട്, നെറ്റ്വർക്ക് ടെസ്റ്റ്. ആ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ മൊഡ്യൂളുകൾ വാഹനത്തിലുണ്ട് അത് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സ്കാൻ ടൂൾ കാണാൻ സാധിക്കും. ചില മൊഡ്യൂളിൽ വല്ല കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മൊഡ്യൂൾ കാണിക്കില്ല, ഈ ഒരു ഡയഗ്രത്തിൽ വരില്ല. അതേപോലെ ആ മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനൊന്നും വർക്ക് ചെയ്യില്ല. ബെൻസിൻ്റെ ചെറിയ വാഹനങ്ങളിലൊക്കെ ഒരു 20-30 മൊഡ്യൂളൊക്കെ വരുന്നുണ്ട്. അതേപോലെ റേഞ്ച് റോവർ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ 100 മൊഡ്യൂളും അതേപോലെ 60-70 മൊഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഓരോ മൊഡ്യൂളിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ മൊഡ്യൂളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മൊഡ്യൂൾ ആ കാര്യം മാത്രം ചെയ്താൽ മതി. ആ മൊഡ്യൂൾ ആണ് പിന്നെ അതിൻ്റെ സിഗ്നൽ മറ്റുള്ള മൊഡ്യൂളുകളിലേക്ക് ഷെയർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ കൊടുക്കുന്നത് കാരണം നമുക്ക് വയറിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. മറ്റ് നമ്മൾ ഒരുപാട് വയർ യൂസ് ചെയ്യേണ്ടി വരും ഈ ഒരു നെറ്റ്വർക്കിൽ. ഇനി ബെൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് നോക്കുക. അപ്പോൾ ബെൻസിൻ്റെ സ്കാൻ ടൂൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ CAN D, CAN B, ഫ്ലെക്സർ, അതുപോലെ CAN HMI, CAN C ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ലിങ്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ നെറ്റ്വർക്കിൽ ഏതൊക്കെ മൊഡ്യൂൾ വരുന്നുണ്ടെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ വാഹനത്തിലും ശരിക്കും ഈ ഒരു 40 മൊഡ്യൂളിൻ്റെ മേലേക്ക് ഉണ്ടാവും കേട്ടോ. ഒരു മീഡിയം റേഞ്ചുള്ള വാഹനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, ബെൻസോ BMW ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 40 മൊഡ്യൂളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ അത് കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് റോവറിലേക്കൊക്കെ വരുന്ന സമയത്ത് 70-80 മൊഡ്യൂൾ, അതേപോലെ ആസ്റ്റൺ മാർട്ടിനിലൊക്കെ 80-100 മൊഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഓരോ ആവശ്യങ്ങൾക്കും അവർ ചെറിയ ചെറിയ മൊഡ്യൂളുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അത് ഇങ്ങനെ ചെറിയ കുറേ മൊഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ വളരെ ഈസി ആവും. അതേപോലെ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ഈസി ആവും. ഏതെങ്കിലും സംഭവം വർക്ക് ചെയ്യുന്നില്ലെങ്കിലൊക്കെ നമുക്ക് സ്കാൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനും അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.